നിങ്ങളുടെ എക്സ് രഹസ്യമായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വാച്ച് ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയതിന് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നതിനെക്കുറിച്ച്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി എന്ത് സാഹചര്യം ഉണ്ടായാൽ പോലും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളത്. ഇപ്പോൾ അവർ നോക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചേഞ്ചാണ് സംഭവിച്ചതെന്നാണ്. ഇനി മറ്റാരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടാണോ നിങ്ങൾക്ക് ഈ ചേഞ്ച് ഉണ്ടായതെന്നും അവർ നോക്കുന്നുണ്ട്. അവർ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നല്ലതുപോലെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യാൻ കാരണമെന്ന്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് എടുക്കുക. നിങ്ങൾ തമ്മിൽ സോഷ്യൽ കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ ഉണ്ട്, ഏജ് ഡിഫറൻസ് ഉണ്ട്. ഇവർ നിങ്ങളെ വല്ലാതെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ അവരുടെ കൺട്രോളിലാക്കാൻ അല്ലെങ്കിൽ കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇവരൊരു ഇമ്പൾസീവ് ടൈപ്പ് പേഴ്സൺ ആണ്. നിങ്ങളൊരു ക്യൂൻ ഓഫ് കപ്സ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ജെൻഡർ ഏതും ആയിക്കൊള്ളട്ടെ, മെയിൽ ഫീമെയിൽ എന്തും ആയിക്കോട്ടെ, അതിവിടെ പ്രശ്നമല്ല. നിങ്ങൾ ഒരുപാട് ഈ റിലേഷന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റേ വ്യക്തിയേക്കാൾ കൂടുതൽ ഈ റിലേഷനിൽ ഇൻവെസ്റ്റ് ചെയ്തതും നിങ്ങളായിരുന്നു. അവരുടെ ലൈഫ് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം തന്നെ നിങ്ങൾ ചെയ്തു കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഇവർ വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. ചില ടൈമിൽ അവർ വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ തന്നെ ഓഫായി പോവും കുറച്ച് കഴിയുമ്പോഴേക്കും. അതുപോലെ തന്നെ അവർ ശരിക്കും ഒരു കൺട്രോളിങ് എനർജിയാണ് യൂസ് ചെയ്തിരുന്നത്. നോക്കൂ, ഈ റിലേഷനിൽ ആർക്കായിരിക്കും കൂടുതൽ കൺട്രോള്? അതായത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് ഈ റിലേഷൻ കളഞ്ഞിട്ട് പോകാൻ പറ്റും എന്ന് പറയുന്നവർക്ക് തന്നെയായിരിക്കും കൂടുതൽ പവർ ഉള്ളത്. എന്നാൽ ഈ ബന്ധത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് സത്യത്തിൽ അപ്പോൾ ഒരു വിലയും ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്നേഹം കൊടുക്കുമ്പോൾ അവർക്കത് ബോറായിട്ട് തോന്നും. അവർ അതിൽ ഇറിറ്റേറ്റഡ് ആകും. അവർ നിങ്ങളെ ഒരിക്കലും വാല്യൂ ചെയ്യില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ പേരൻസ് എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് സ്നേഹവും കെയറും ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അത് അവർ ഇൻറ്റൻഷനലി ചെയ്യുന്നതാവില്ല. പക്ഷേ അപ്പോൾ ആ വ്യക്തിക്ക് ഫീൽ ആയിട്ടുള്ളത് എന്തായാലും അവർ സ്നേഹിക്കുന്നില്ല എന്ന് തന്നെയുള്ളതല്ലേ സത്യത്തിൽ. അപ്പോൾ അവരുടെ ബ്രെയിൻ എന്തായിരിക്കും ഫീഡ് ചെയ്തു വച്ചിരിക്കുന്നത്? അതാണ് സ്നേഹം എന്ന് തന്നെയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തി അങ്ങനെ സ്നേഹം കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തു വരുമ്പോഴോ, അല്ലെങ്കിൽ അതിപ്പോൾ ഈ സപ്പോസ് നിങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ സ്നേഹം തന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ ബോറിംഗ് ആയിട്ട് തോന്നും. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും എപ്പോഴും. അതുപോലെ നിങ്ങൾ അവർക്കിങ്ങനെ അവൈലബിൾ ആവുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാതെ പോവുകയാണ്. എന്നാൽ ബുദ്ധിയുള്ളവരെന്താണ് ചെയ്യുക എന്നറിയോ? നിങ്ങളെപ്പോഴും ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് കുറച്ച് ഡിമാൻഡ് ഇട്ട് നിൽക്കണം. അതായത് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ മോർ അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ലെസ് ഡിമാൻഡ് ആയിരിക്കും. ലെസ് അവൈലബിലിറ്റിക്കോ മോർ ഡിമാൻഡ്, ഇതായിരിക്കും ഒരു സിറ്റുവേഷൻ. ഇതാണ് നോർമലി കണ്ടുവരുന്ന ഒരു അവസ്ഥ. അപ്പോൾ നിങ്ങളുടെ അവസ്ഥയും ഇത് തന്നെയാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോടൊരു ഗ്യാപ്പ് ഇടാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ കൂടുതൽ സ്നേഹവും കെയറും അഫെക്ഷനും ഒക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഈ കണക്ഷനിൽ നിങ്ങൾ വളരെ സേഫാണെന്ന്. അതുപോലെ തന്നെ അവരെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ടെൻഷനൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്നാൽ ആ വ്യക്തി അങ്ങനെയൊന്നും അല്ലാട്ടോ ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ആ വ്യക്തിയുടെ ഒരു ഹായ് മെസ്സേജ് ഒക്കെ വരുമ്പോഴേക്കും നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? സന്തോഷിക്കണോ തുള്ളിച്ചാടണോ എന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല. സത്യത്തിൽ അവർ നിങ്ങളെ ചെയ്യുന്നത് എന്താണ്? മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഹായ് അയച്ചിടും, നിങ്ങളപ്പോൾ തന്നെ നിങ്ങൾ അവൈലബിൾ ആയിട്ട് ഉടനെ തന്നെ റിപ്ലൈ കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ, കുറച്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിന് റിപ്ലൈ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കുറേ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ വ്യക്തി നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കണക്ഷനിൽ നിന്നും പിന്മാറാനുള്ളൊരു കാരണം എന്താണെന്നാണ്. എന്താണ് അതിന് പുറകിലുള്ള മോട്ടിവേഷൻ, അതൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അതുപോലെ ചിലപ്പം
നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നും ആ വ്യക്തിക്ക് ഒരു ഡൗട്ടുണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നും മൂവ് ഓൺ ആകാനുള്ള കാരണം എന്താണെന്നൊക്കെയാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഏസ് ഓഫ് സോർട്സ് ഉണ്ടോ, അതായത് ഇത് കാണിക്കുന്നത് അവർക്ക് നിങ്ങളെ തിരിച്ചു വേണം, നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് പേടിയുണ്ട്. ചില ടൈമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അവർ ടൈപ്പ് ചെയ്യും, പക്ഷെ അവർ ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം അവർക്ക് പേടിയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവരുടെ ഒരു മാനിപ്പുലേഷനും കൺട്രോളും എല്ലാം സ്ട്രോങ് ആയി തന്നെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അവസാനം അവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ 7 ഓഫ് വാൺസ് കണ്ടോ, എന്തായാലും അവരായിട്ട് മുന്നോട്ട് വരാൻ പോകുന്നില്ല. അവർക്കറിയാം അവരായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു വൾണറബിലിറ്റി അവർക്ക് നിങ്ങളുടെ മുമ്പിൽ ഷോ ചെയ്യേണ്ടി വരും. നിങ്ങളായിട്ടൊട്ടും അങ്ങോട്ട് ചെല്ലുന്നുമില്ല. അവരുടെ വീക്ക്നെസ് നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ അവർക്ക് ഒരു താല്പര്യമില്ല. ഇനിയിപ്പോൾ അവർ നിങ്ങളോട് റിക്വസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ അവർ ചെറുതായി പോകുമോ, അങ്ങനെയൊക്കെയുള്ള കുറേ ഒരു കോംപ്ലക്സ് ഉണ്ട് അവർക്ക്. എനിക്കിപ്പോൾ ആരെയും വേണ്ട എന്നുള്ളൊരു ജാടയൊക്കെ ഇട്ടിട്ടാണ് അവർ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അതവർ ശരിക്കും വെറുതെ ഷോ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാതിരിക്കുന്നതിൻ്റെ റീസൺ. എന്ത് തന്നെയായാലും ഈ സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോവുകയാണ്. അവരിപ്പോൾ ഒരു ഹീലിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് അത്ര പെട്ടെന്നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും, അത് ഉറപ്പ് തന്നെയാണ്. ഈ ഹീലിങ്ങിലൂടെ അവർ മനസ്സിലാക്കും അവർ എലോൺ ആണ് എന്നുള്ളത്. കാരണം അവർ കുറേ തേർഡ് പാർട്ടി കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഹീലിംഗ് കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും അവർ എലോൺ ആണെന്നുള്ളത്. ഇപ്പോൾ അവർ കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ ചില ഇന്നർ കോൺഫ്ലിക്ട്സ് കൂടെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഹീലിംഗ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആ സെയിം സിറ്റുവേഷനിലേക്ക് ഇനിയും പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരുടെയും ഒരു ഡോർമാറ്റ് ആകരുതെന്നാണ്. ബിക്കോസ് ഡോർമാറ്റ് എന്ന് പറഞ്ഞാൽ വിലയുണ്ട്, പക്ഷേ എന്നിരുന്നാൽ പോലും ആരും അതിനൊരു വാല്യൂ കൊടുക്കാറില്ല, അതിനെ ആരും ശ്രദ്ധിക്കാറുമില്ല, അല്ലേ? ഇനി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുക്കണം. അതായത് എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ബന്ധങ്ങളെന്ന് പറയണത് എപ്പോഴും 50-50 ആണ്. രണ്ടുപേരും ഈക്വൽ എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഒരു ബന്ധം നന്നായിട്ട് മുന്നോട്ട് പോകൂ. നിങ്ങൾക്ക് വേണ്ടതൊരു പാർട്ട്ണറിനെ അല്ലേ, അല്ലാതൊരു ബേബിനെ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ പകുതി റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഏറ്റെടുക്കുക, ബാക്കി നിങ്ങളുടെ പാർട്ട്ണർ ഏറ്റെടുക്കട്ടെ. അതർവൈസ് നിങ്ങൾ ആ ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് പോകും. റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവനവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളവർ, അങ്ങനെയുള്ളവരെ മാത്രം ചേർത്ത് നിർത്തിയാൽ മതിയെന്നേ. നിങ്ങളുടെ ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിരിക്കുക, കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുക. ഇതൊക്കെ ഒരു റിലേഷൻ നിലനിർത്താൻ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളാണ്. ഒരു റിലേഷനിലെ അൾട്ടിമേറ്റ് തിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാരേജ് അല്ല, ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് സേഫ്റ്റി വേണം, സെക്യൂരിറ്റി വേണം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടുന്ന സെക്യൂരിറ്റി ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ എന്തിനാണ് അവരെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ നിർത്തുന്നത്? നിങ്ങൾക്ക് അകറ്റി നിർത്തിക്കൂടെ? നിങ്ങളെപ്പോഴും നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുക. നിങ്ങളെ സങ്കടപ്പെടുത്താൻ വേണ്ടി ഒന്നിനെയും ആരെയും നിങ്ങൾ അനുവദിക്കരുത്. മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ കളിയാക്കാറില്ലേ, ഓ നീ ഭയങ്കര സെൻസിറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞ്. ശരിയാണ്, എൻ്റെ ഫീലിങ്സ് എന്ന് പറയുന്നത് എനിക്ക് വാലിഡാണ്. ശരിയാണ്, എനിക്ക് വിഷമം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഇൻസെക്യൂർ ആക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് എന്ത് ബാഡ് ഫീലിംഗ് എന്നിൽ ഉണ്ടാക്കുന്നുണ്ടോ എങ്കിലും ഒരു പാർട്ട്ണർ എന്ന നിലയിൽ ആ ഫീലിംഗ് ഇല്ലാതെയാക്കുവാൻ എന്തെങ്കിലും ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലേ? എപ്പോഴും ശരിയാണ്, എപ്പോഴും അങ്ങനെ പറ്റിക്കൊള്ളണം എന്നില്ല. അതായത് എപ്പോഴും നമ്മളുടെ കൂടെ ഇരിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. എങ്കിലും അതിന് വേണ്ടുന്നൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരു പാർട്ട്ണർക്ക് പറ്റിയില്ലെങ്കിൽ എന്തിനാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് അങ്ങനെയൊരു റിലേഷൻഷിപ്പ്? നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ചെയ്ത് അങ്ങനെയുള്ള റിലേഷനിൽ നിന്ന് നിങ്ങൾ അകന്ന് നിൽക്കുക. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ പേഴ്സൻ്റെ ടൂളായി ഒരിക്കലും മാറരുത്. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങളുടെ കാർമിക് ലെസൺ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാർമിക് ലെസൺ ആണത്. നിങ്ങളെ അബ്യൂസ് ചെയ്യാൻ നിങ്ങൾ ആരെയും അനുവദിക്കാതിരിക്കുക. നിങ്ങളുടെ പാർട്ട്ണറുടെ ടോക്സിക് ബിഹേവിയർ
നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ അബ്യൂസ് ചെയ്യുകയാണ്. സോ ബി കെയർഫുൾ. ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ചു വരും. പക്ഷേ അതല്ല കേട്ടോ ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുക, നിങ്ങളുടെ ബെസ്റ്റ് വേർഷനായി നിങ്ങൾ മാറുക.